ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. മൗദ്ഗല്യൻ്റെ ശതപഥ ബ്രാഹ്മണത്തിൽ യജ്ഞത്തിൻ്റെ ലക്ഷണം പറയുന്നുണ്ട്. സാമുദായികം യോഗക്ഷേമം ഉദ്ദേശ്യ സമുദായാംഗതയാ ക്രിയമാണ കർമ്മയജ്ഞം. ഇതാണ് യജ്ഞത്തിൻ്റെ ലക്ഷണം പറയുന്നത്. അപ്പോൾ സമുദായത്തിൻ്റെ യോഗക്ഷേമത്തെ അഭിലഷിച്ചുകൊണ്ട്, അതായത് ആഗ്രഹിച്ചുകൊണ്ട് സമുദായിക അംഗമായി തീർന്ന് ചെയ്യുന്ന കർമ്മമാണ് യജ്ഞം. അതായത് അവിടെ വ്യക്തി തൻ്റെ സ്വാർത്ഥതയെ ഹനിച്ചുകൊണ്ട് സഹയോഗദ്വാര സാമുദായിക യോഗക്ഷേമത്തെ സമ്പന്നമാക്കണം. വ്യക്തിയും സമുദായവും സമാജവും തമ്മിൽ സദാ സംഘർഷത്തിൽ ഏർപ്പെടുന്നുണ്ട്. അതിന് കാരണം വ്യക്തിയുടെ ഉള്ളിൽ സ്വാർത്ഥതയുണ്ട്, കാമമുണ്ട്, ക്രോധമുണ്ട്, ഇത്യാദികളൊക്കെ ഉണ്ട്, വാസന മാലിന്യങ്ങളുമുണ്ട്. ഇതിനാകത്തുകയിൽ വിളിക്കുന്നത് പശുഭാവം എന്നാണ്. ഇപ്പം യജ്ഞം എന്നത് സമുദായത്തിനെ സംബന്ധിച്ച് ഉത്കർഷേച്ഛയുള്ള ഒരു കാര്യമാണ്. സമുദായം ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് എത്തേണ്ടതുണ്ട്, സമാജം ഉയർന്ന തലത്തിലേക്ക് എത്തേണ്ടതുണ്ട്. ആ ഉയർന്ന തലത്തിലേക്കുള്ള സഞ്ചാരത്തെ തന്നെയാണ് യജ്ഞം എന്ന് പറയുന്നത്. നമ്മൾ കണ്ടതാണോ യജ്ഞോ വൈശ്രേഷ്ഠതമ കർമ്മ. ഇപ്പോൾ സമുദായം ഉത്കർഷേച്ഛയെ പ്രാപിക്കണം, ഇത് നിർബന്ധം തന്നെയാണ്. അവിടെ പലപ്പോഴും വിഘാതമായിട്ടുള്ളത്, ഈ യജ്ഞത്തിന് വിഘാതമായിട്ടുള്ളത് വ്യക്തിയിലെ പശുഭാവം തന്നെയാണ്. അവിടെയാണ് യജ്ഞത്തിൽ പശുവിനെ ഹനിക്കണം, പശുഹിംസ വേണം എന്ന് പറയുന്നത്. കാരണം വ്യക്തിയുടെ പശുഭാവത്തെ നിയന്ത്രിക്കേണ്ടതുണ്ട്, അതിനെ ഇല്ലായ്മ ചെയ്യേണ്ടതുണ്ട്. അതാണ് പശുഹിംസ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റു തരത്തിൽ പശുഹിംസ എന്ന് വ്യാഖ്യാനിക്കുന്നത് തെറ്റാണെന്നും കൂടി കരുതട്ടെ. എന്തായാലും സമൂഹം, സമാജം, സമുദായം ഇത് ഉത്കർഷേച്ഛയെ പ്രാപിക്കേണ്ടതുണ്ട്. അപ്പോൾ അവിടെ സമുദായത്തിൻ്റെ യോഗവും ക്ഷേമവും അത് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയായിരിക്കണം സമുദായ അംഗങ്ങൾ വർത്തിക്കേണ്ടത്. അത് ഏത് സമാജമാണെങ്കിൽ കൊടുക്കുന്നു. ഇവിടെ കർമ്മം എല്ലാം യജ്ഞഭാവനയോടുകൂടി ചെയ്യണം. അപ്പോൾ ഉത്കൃഷ്ടമായിട്ടുള്ള കർമ്മം ചെയ്യാൻ എല്ലാവർക്കും സാധിക്കട്ടെ. അതിന് ജഗദീശ്വരനും ഗുരുപരമ്പരയും എവരെയും അനുഗ്രഹിക്കട്ടെ. ഹരി ഓം.